നമസ്കാരം. ഞാൻ മോഹൻ രാജ്, ലോക നാടക വാർത്തകൾ അഡ്മിൻ അംഗമാണ്. അതോടൊപ്പം ഈ യുവജനോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. കഴിഞ്ഞ ഡിസംബർ 26 ആരംഭിച്ച് ജനുവരി 6 സമാപിച്ച സർഗോത്സവം, അതിലെ വിവിധ മത്സര ഇനങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അത് നിങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഈ മത്സരങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ടിട്ടുണ്ട്. ലോക നാടക വാർത്തകൾ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഒത്തുചേർന്നവരാണ് നിങ്ങൾ, രക്ഷിതാക്കളും കുട്ടികളും. അപ്പോഴത് നിങ്ങളും അതിൻ്റെ കാരണം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓൺലൈൻ മാധ്യമത്തിൻ്റെ സാധ്യതകളാണ് ഈ മത്സരത്തിലുടനീളം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സാധ്യതകളോടൊപ്പം അതിനൊരുപാട് പരിമിതികളുമുണ്ട് സാങ്കേതികമായിട്ടുള്ള. കുട്ടികൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് PDF ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഫോട്ടോ രൂപത്തിലോ ഒക്കെയാണ്. അങ്ങനെ അയച്ചു തരുമ്പോൾ പലപ്പോഴും അതിൻ്റെ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ, ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിൽ, ഡോക്യുമെൻറ്റിൻ്റെ എഡ്ജസ് കട്ട് ചെയ്തു പോകുന്ന കാര്യത്തിലൊക്കെ ചില പിഴവുകൾ സംഭവിച്ചിരുന്നു. അതൊക്കെ വീണ്ടും ആ കുട്ടികളെ അറിയിക്കുകയും അവരുടെ രചനകൾ വീണ്ടും കളക്ട് ചെയ്യുകയും ചെയ്യുന്നതിന് കാലതാമസം സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് വിധികർത്താക്കൾക്ക് അയച്ചു കൊടുക്കുന്നത്, അത് സോർട്ട് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ പല വിധികർത്താക്കളും അത് ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനിൽ വായിച്ചാണ് ഇത് വിലയിരുത്തിയിട്ടുള്ളത്. ചില വിധികർത്താക്കൾക്ക് അത് വീണ്ടും പേപ്പർ ഡോക്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് അവർ അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഫൈനൽ റൗണ്ടിൻ്റെ മത്സരമാകുമ്പോൾ എല്ലാ മത്സരാർത്ഥികളുടെയും രചനകൾ ഒന്നിനൊന്ന് മികച്ചതാകും. അത് വിലയിരുത്തുന്നതിന് കൂടുതൽ സമയം വിധികർത്താക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ റിസൾട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ റിസൾട്ടുകൾ പിന്നെ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഫൈനൽ റിസൾട്ടാക്കി അവർക്ക് അയച്ചു കൊടുക്കുകയും അവർ വീണ്ടും അത് വിലയിരുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ റിസൾട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കലോത്സവങ്ങളിൽ ഈ രചനാ മത്സരങ്ങളിൽ ഒരിക്കലും റിസൾട്ടുകളല്ലാതെ ആ രചനകൾ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാകാറില്ല. പക്ഷേ ലോക നാടക വാർത്തകൾ അതിന് ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ഈ കുട്ടികളുടെ രചനകൾ ലോക നാടക വാർത്തകൾ ഒരു സുവനീറായി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ രചനകൾ, മറ്റു കുട്ടികളുടെ രചനകൾ നിങ്ങൾക്ക് വായിക്കാനുള്ള അവസരമുണ്ടാകും. അതുപോലെ നിങ്ങളുടെ രചനകൾ എക്കാലവും നിങ്ങൾക്ക് ഡിജിറ്റലായി സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരവസരം കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കാത്തിരിക്കുക, ലോക നാടക വാർത്തകൾ സുവനീറിനായി നിങ്ങളുടെ രചനകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും, ഇനി വിജയികളാകാൻ പോകുന്നവരെയും, അവർക്ക് പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും ഗുരുജനങ്ങളെയും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ റിസൾട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു മത്സരമാകുമ്പോൾ അതിൻ്റെ വിധി നിർണ്ണയത്തിനായി എത്തിച്ചേരുന്ന വിധികർത്താക്കളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഈ ചിത്രരചന മത്സരത്തിൻ്റെ വിധികർത്താക്കളായി വന്നവരിൽ ചിത്രകലാ അധ്യാപകരുണ്ട്, ചലച്ചിത്ര രംഗത്തെ പ്രശസ്തരായിട്ടുള്ള കലാസംവിധായകരുണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സുണ്ട്, മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ജേർണലിസ്റ്റ് വരെയുണ്ട്. ഇവരെല്ലാവരും ഈ രചനകൾ വിലയിരുത്തി വിശകലനം ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ ചെറിയ കുറിപ്പുകളായി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ വീഡിയോയും അയച്ചു തന്നിട്ടുണ്ട്. ഇത് കാണുകയും വായിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ വിധികർത്താക്കളും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ വിധി നിർണ്ണയം ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്, കൂടുതൽ സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാരണം എല്ലാ സൃഷ്ടികളും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ വരകളിൽ, അവരുടെ ചായക്കൂട്ടുകളിൽ, അവരുടെ നിറങ്ങളിൽ, അവരുടെ തിരഞ്ഞെടുപ്പിൽ, അതിൻ്റെ സമന്വയത്തിലൊക്കെ ഓരോ കുട്ടിയും വ്യത്യസ്തമായ ശൈലികൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതൊരുപാട് പ്രതീക്ഷകൾ നൽകുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും, വിജയികളായവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുവാനും ആശംസകൾ അറിയിക്കുവാനും അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ വിധികർത്താക്കളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. സർവശ്രീ വിനീത് ഇ, ശ്രീ EV അശോകൻ, ശ്രീ ഭരതനാരായൺ, ശ്രീ ജോൺ മാത്യു. അതുപോലെ തന്നെ മറ്റ് 3 വിധികർത്താക്കൾ, അത് ലോക നാടക വാർത്തകളുടെ സമ്പത്താണ്. അവരും നാടക പ്രവർത്തകർ മാത്രമല്ല, ചിത്രകലാരംഗത്ത് പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ശശി വെള്ളിക്കോത്ത്, ബിജു കോട്ടില, ശ്രീജിത്ത് പൊയിൽക്കാവ്. ഈ വിധികർത്താക്കളെ
ലോകനാടക വാർത്തകളുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയുകയാണ്. സാഹിത്യരചനാ മത്സരത്തിലെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ഈ വിധികർത്താക്കളിൽ അധ്യാപകരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സാഹിത്യ നിരൂപകരുണ്ട്, നോവലിസ്റ്റുകളുണ്ട്. അതുപോലെ കോളേജ്, സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിരവധി തവണ വിധികർത്താക്കളായിരുന്ന അനുഭവ സമ്പത്തുള്ള പ്രശസ്തരായ വ്യക്തിത്വങ്ങളുമുണ്ട്. ചിത്രരചനാ മത്സരത്തിലെ വിധികർത്താക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരും കുറിച്ച് നൽകിയിട്ടുള്ളത് ഈ വിധി നിർണയം ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്. അവരും പറയുന്നത് ഓരോ സൃഷ്ടിയും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ പദസമ്പത്തും അതിൻ്റെ പ്രയോഗവും അവരുടെ രചനാ ശൈലിയുമൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സൃഷ്ടികൾ ലോകം അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടി ലോകനാടക വാർത്തകൾ ഇതൊരു സുവനീറായി പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നതും. ഇനി ഞാൻ ഈ വിധികർത്താക്കളെ പരിചയപ്പെടുത്താം. ശ്രീ രമേശ് കാവിൽ, ശ്രീ ഡോണ മയൂര, ശ്രീ രഞ്ജിത്ത് ചെമ്മാട്, ശ്രീ ഹരികൃഷ്ണൻ, ശ്രീ ചാക്കോ ഡി അന്തിക്കാട്, ശ്രീ രാജേഷ് ചിത്തിര, ശ്രീ ശ്രീജിത്ത് അരിയല്ലൂർ, ശ്രീ പി ടി തോമസ്, ശ്രീ സുനിൽ കെ ചെറിയാൻ, ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ് ആൻഡ് ശ്രീമതി താര എൻ എസ്. നാടകരചനാ മത്സരത്തിൻ്റെ വിധികർത്താക്കൾ ശ്രീ സുനിൽ കെ ചെറിയാൻ, ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ്, മോഹൻരാജ്. ലോകനാടക വാർത്തകൾ ഈ വിധികർത്താക്കളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കുള്ള നന്ദിയും കൃത്യതയും ഈ അവസരത്തിൽ അവരെ അറിയിക്കുകയാണ്. സർഗോത്സവത്തിലെ വിവിധ ചിത്രരചനാ മത്സരങ്ങളുടെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ആദ്യം LP വിഭാഗം ക്രയോൺ ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീശ്രദ്ധ വി, പാലക്കാട്. രണ്ടാം സ്ഥാനം 2 പേർ പങ്കുവയ്ക്കുന്നു. ആൽവിയ പത്മേഷ്, മാഹി റീജിയൻ. മറ്റൊരാൾ ഇവാൻ നൊബേൽ തോമസ്, എറണാകുളം. മൂന്നാം സ്ഥാനം, ഈ സ്ഥാനവും 2 പേർ പങ്കുവയ്ക്കുന്നു. ശ്രീഹിത രാജേഷ്, UAE. മറ്റൊരാൾ ദുവ ബൈജു പി ഫ്രം തൃശ്ശൂർ. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഒന്നാം സ്ഥാനം ശ്രീശ്രദ്ധ വി, പാലക്കാട്. രണ്ടാം സ്ഥാനം 2 പേർക്കാണ്. ആൽവിയ പത്മേഷ് ഫ്രം മാഹി, ഇവാൻ നൊബേൽ തോമസ് ഫ്രം എറണാകുളം. മൂന്നാം സ്ഥാനം 2 പേർക്കാണ്. ശ്രീഹിത രാജേഷ് ഫ്രം UAE ആൻഡ് ദുവ ബൈജു പി ഫ്രം തൃശ്ശൂർ. അടുത്തത് LP വിഭാഗം പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ, അതിൻ്റെ റിസൾട്ട്. ഒന്നാം സ്ഥാനം ശ്രീഹരി സന്തോഷ് ഫ്രം ബഹ്റിൻ. രണ്ടാം സ്ഥാനം അദ്നാൻ ഫാരീസ് KJ ഫ്രം വയനാട്. മൂന്നാം സ്ഥാനം നക്ഷത്ര സുബിൻ ഫ്രം ബഹ്റിൻ. ഒരിക്കൽ കൂടി വായിക്കുന്നു. The first place goes to Srihari Santosh from Bahrain, and the second place goes to Adnan Faris KJ from Wayanad, and the third place goes to Nakshatra Subin from Bahrain. ഇനി അപ്പർ പ്രൈമറി സെക്ഷൻ UP വിഭാഗം പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ റിസൾട്ട്. The first place goes to ആദിത്യ മലപ്പിലായിൽ from Kannur, and the second place goes to Arya V, പാലക്കാട്, and the third place goes to തമന്ന MS, എറണാകുളം. ഒരിക്കൽ കൂടി UP വിഭാഗം പെൻസിൽ ഡ്രോയിങ്. ഒന്നാം സ്ഥാനം ആദിത്യ മലപ്പിലായിൽ, കണ്ണൂർ. രണ്ടാം സ്ഥാനം ആര്യ V, പാലക്കാട്. മൂന്നാം സ്ഥാനം തമന്ന MS, എറണാകുളം. അടുത്തത് UP വിഭാഗം വാട്ടർ കളർ കോമ്പറ്റീഷൻ റിസൾട്ട്. ഒന്നാം സ്ഥാനം ആര്യ V, പാലക്കാട്. രണ്ടാം സ്ഥാനം മാനവ് ശശീന്ദ്രൻ ഫ്രം കണ്ണൂർ. മൂന്നാം സ്ഥാനം തമന്ന MS, എറണാകുളം. ഒരിക്കൽ കൂടി വായിക്കാം. UP വിഭാഗം വാട്ടർ കളർ. The first place goes to Arya V, പാലക്കാട്, and the second place goes to മാനവ് ശശീന്ദ്രൻ from കണ്ണൂർ, and the third place goes to തമന്ന MS, എറണാകുളം.
അടുത്തത് ഹൈസ്കൂൾ സെക്ഷൻ വാട്ടർ കളർ കോമ്പറ്റീഷൻ. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ശില്പ സന്തോഷ് ഫ്രം ബഹ്റൈൻ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അഭിനവ് പി ഫ്രം കണ്ണൂർ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു ഭദ്ര എസ് കൊല്ലം. ഒരിക്കൽ കൂടി വായിക്കാം. ഹൈസ്കൂൾ സെക്ഷൻ വാട്ടർ കളർ പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ശില്പ സന്തോഷ് ഫ്രം ബഹ്റൈൻ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അഭിനവ് പി ഫ്രം കണ്ണൂർ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു ഭദ്ര എസ് കൊല്ലം. വീണ്ടും ഹൈസ്കൂൾ സെക്ഷൻ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ. റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ആർദ്ര പി എസ് ഫ്രം പാലക്കാട് ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഭദ്ര എസ് കൊല്ലം ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു ഹരികൃഷ്ണൻ കെ ആർ തൃശൂർ. ഒരിക്കൽ കൂടി. ദ ഹൈസ്കൂൾ സെക്ഷൻ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ആർദ്ര പി എസ് പാലക്കാട്, ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഭദ്ര എസ് കൊല്ലം ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു ഹരികൃഷ്ണൻ കെ ആർ തൃശൂർ. വീണ്ടും ഹൈസ്കൂൾ സെക്ഷൻ കാർട്ടൂൺ കോമ്പറ്റീഷൻ. ദ റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു പത്മപ്രിയ പ്രിയദർശിനി ഫ്രം ആലപ്പുഴ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു തുഹിൻ റോസ് ഫ്രം കണ്ണൂർ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു നേഹ ജിനിത് ഫ്രം വയനാട്. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. ഹൈസ്കൂൾ സെക്ഷൻ കാർട്ടൂൺ കോമ്പറ്റീഷൻ. റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു പത്മപ്രിയ പ്രിയദർശിനി ഫ്രം ആലപ്പുഴ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു തുഹിൻ റോസ് ഫ്രം കണ്ണൂർ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു നേഹ ജിനിത് ഫ്രം വയനാട്. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കാർട്ടൂൺ മത്സരം. അതിൻ്റെ റിസൾട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ആദിത് രാജേഷ് ഫ്രം കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഷഹ്മ അബ്ദുള്ള ഫ്രം ബഹ്റൈൻ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു സമന്തല രേണുക നാഗശ്രീ ഫ്രം പാലക്കാട്. ഒരിക്കൽ കൂടി വായിക്കാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കാർട്ടൂൺ മത്സരം. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ആദിത് രാജേഷ് കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഷഹ്മ Abdullah from Bahrain and third place goes to Samantala Renuka Nagasri from Palakkad. വീണ്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വാട്ടർ കളർ കോമ്പറ്റീഷൻ. റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു മിഥുന ശശീന്ദ്രൻ ഫ്രം കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അദ്വൈത എൻ ഫ്രം പാലക്കാട് ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു മിയ മറിയം അലക്സ് ഫ്രം കൊല്ലം. അതൊരിക്കൽ കൂടി വായിക്കാം. ഹയർ സെക്കൻഡറി വിഭാഗം വാട്ടർ കളർ കോമ്പറ്റീഷൻ. റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു മിഥുന ശശീന്ദ്രൻ ഫ്രം കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അദ്വൈത എൻ ഫ്രം പാലക്കാട് ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു മിയ മറിയം അലക്സ് കൊല്ലം. ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ. അതിൻ്റെ റിസൾട്ട്. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു മിഥുന ശശീന്ദ്രൻ ഫ്രം കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അദ്വൈത എൻ ഫ്രം പാലക്കാട് ആൻഡ് തേർഡ് പ്ലേസ് ഗോസ് ടു മിയ മറിയം അലക്സ് ഫ്രം കൊല്ലം. ഒരിക്കൽ കൂടി വായിക്കാം. HSS പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ. റിസൾട്ട്. ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു മിഥുന ശശീന്ദ്രൻ ഫ്രം കണ്ണൂർ ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു അദ്വൈത എൻ ഫ്രം പാലക്കാട് ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു മിയ മറിയം അലക്സ് കൊല്ലം. ഈ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയികൾക്കും ലോക നാടകവാർത്തകളുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന വാർത്തകൾ സംഘടിപ്പിച്ച സർഗോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മത്സര ഇനങ്ങളുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് ഡ്രാമ റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അതിൻ്റെ റിസൾട്ട്. ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ദേവിക എസ് ദേവ് ഫ്രം കണ്ണൂർ. ഇതിൽ ഒരു സമ്മാനം മാത്രമേ നൽകുന്നുള്ളൂ. ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് ദേവിക എസ് ദേവ് ഫ്രം കണ്ണൂർ. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെയാണ് മലയാളം കവിതാ രചനാ മത്സരം. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. ഒന്നാം സ്ഥാനം നിരഞ്ജന പി കാസർഗോഡ്, രണ്ടാം സ്ഥാനം കാർത്തിക സുരേഷ് ബഹ്റിൻ, മൂന്നാം സ്ഥാനം നന്ദന കെ പാലക്കാട്. ഞാനത് റിപ്പീറ്റ് ചെയ്യാം. HSS മലയാളം കവിതാ രചനാ മത്സരം. ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു നിരഞ്ജന പി ഫ്രം കാസർഗോഡ് ആൻഡ് ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു കാർത്തിക സുരേഷ് ഫ്രം ബഹ്റിൻ ആൻഡ് ദ തേർഡ് പ്ലേസ് ഗോസ് ടു നന്ദന കെ ഫ്രം പാലക്കാട്. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെയാണ് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഇൻ ഇംഗ്ലീഷ്. റിസൾട്ട്. ഒന്നാം സ്ഥാനം നേഹ പ്രദീപ് ഫ്രം കണ്ണൂർ, രണ്ടാം സ്ഥാനം
2 പേർ പങ്കിടുന്നുണ്ട്. ഷഹ്മ അബ്ദുള്ള ബഹ്റിൻ ആൻഡ് സമന്തല രേണുക നാഗശ്രീ ഫ്രം പാലക്കാട്. അതിൻ്റെ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആർദ്ര TJ ഫ്രം പത്തനംതിട്ട. ഐ റിപ്പീറ്റ്. The first place goes to Neha Pradeep, Kannur, and the second place goes to Shahma Abdullah Bahrain and Samandala Renuka Nagasri from Palakkad. And the third place goes to Ardra TJ from Pathanamthitta. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെയാണ്. കവിതാരചന ഇംഗ്ലീഷ്. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. 1ാം സ്ഥാനം ആർദ്ര TJ ഫ്രം പത്തനംതിട്ട. 2ാം സ്ഥാനം ഷഹ്മ അബ്ദുള്ള ബഹ്റീൻ. ഐ റിപ്പീറ്റ്. The first place goes to Ardra TJ പത്തനംതിട്ട and the second place goes to ഷഹ്മ അബ്ദുള്ള ബഹ്റീൻ. ഇതിൽ 2 സ്ഥാനങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെയാണ് മലയാളം കഥാരചനാ മത്സരം. അതിൻ്റെ റിസൾട്ട്: 1ാം സ്ഥാനം നിരഞ്ജന ഫ്രം കാസർഗോഡ്. 2ാം സ്ഥാനം നിരഞ്ജന M. ബിജു ഫ്രം മലപ്പുറം. 3ാം സ്ഥാനം നന്ദന K. ഫ്രം പാലക്കാട്. റിപ്പീറ്റ്. The first place goes to Niranjana Kasargod and the second place goes to Niranjana M. Biju from Malappuram and the third place goes to Nandana K. from Palakkad. ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, വിജയികൾക്കും, അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അത് ലോകനാടക വാർത്തകളിൽ വിന്നേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വിന്നേഴ്സ് എല്ലാം അംഗങ്ങളാകണം. അതിലായിരിക്കും ഇനിയുള്ള അറിയിപ്പുകൾ വരിക. അപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ ശ്രമിക്കുക. നന്ദി.